പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി മുൻകൂട്ടി പ്രപഞ്ചം നൽകുന്ന ചില സൂചനകളെ സംബന്ധിച്ചാണ്. അതെ, ദ സൈൻ ഓഫ് മാനിഫെസ്റ്റേഷൻ. നടക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചില സൈൻസ് പ്രപഞ്ചം നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരും എന്നുള്ളതാണ്. ഇട്ടുതരുന്നുണ്ട് പലപ്പോഴും. അത് നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങളെ സംബന്ധിച്ചൊരു കരുതൽ, ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ചുറ്റും ഉണ്ട്. പക്ഷേ നമ്മുടെ ശ്രദ്ധ പ്രസൻറ്റ് ലൈഫിലല്ല എങ്കിൽ, മനസ്സ് പ്രക്ഷുബ്ധമാണെങ്കിൽ, പല കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കുകയാണെങ്കിൽ ഇതൊന്നും കണ്ണിൽ പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും മനസ്സിനെ ശാന്തമാക്കി നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മളിലൂടെ ഭാവിയിൽ വരാൻ പോകുന്ന പല സയൻസും ചുറ്റുപാടുമുള്ളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ചിലർക്ക് കാണും ചിലർക്ക് കാണുന്നില്ല എന്ന് പറയാൻ കാരണം. അതിന് ആദ്യം നമ്മളുടെ തലം ശാന്തമാക്കി എല്ലാ ദിവസവും നിലനിർത്തുക എന്നുള്ളതാണ്. അവസരങ്ങൾ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് നമ്മുടെ കൺമുന്നിലൂടെ പോകുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്നവർക്കും ശ്രദ്ധിച്ചാൽ തന്നെ ചാടി പിടിക്കുന്നവർക്കും മാത്രമാണ് അതിലൂടെ ഫലപ്രാപ്തി ഉണ്ടാകുകയുള്ളൂ. അത് ആരുടെയും കുത്തകയല്ല ഈ വിജയവും എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ മുൻകൂട്ടി കാണുന്ന ചില സയൻസ് അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഈ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നേടാനുള്ളത് അല്ല ലഭിക്കാനുള്ളത്, അതിനായിട്ട് നിങ്ങൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. അത് ശക്തമാണെങ്കിൽ അതിന് സമാനമായ സൈൻ ചുറ്റുപാടുകൾ നിങ്ങളുടെ ദൃഷ്ടി പതിയുന്നിടത്തും ചിന്തകളിലേക്കുമൊക്കെ വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അനുഭവപ്പെടുമെന്നുള്ളതാണ്. അതിലൊന്നാമത് ഒരു ഉദാഹരണത്തിലൂടെയാണ് പെട്ടെന്ന് മനസ്സിലാക്കുക. ഒരു വീട് ഒരാൾക്ക് വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കലശലായ ആഗ്രഹം, ശക്തമായ ആഗ്രഹം. അത് അടിസ്ഥാനം, അത് ക്ലിയറാണ്, സ്പെസിഫിക്കാണ്, ലോജിക്കാണ്. കാരണം ഇത്രയും നാളായിട്ട് പല റെൻ്റൽ ഹൗസിലാണ് കഴിഞ്ഞിരുന്നത്. സ്വന്തമായിട്ടൊരു വീടെന്നുള്ളത് ന്യായമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വീട് ഒന്ന് പൊളിച്ച് പുതുക്കി പണിയേണ്ട സമയമായി. അത് അയാളെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമാണെങ്കിൽ അത് അയാളുടെ ഉള്ളിൽ ആ വീടിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ബ്ലൂ പ്രിൻറ്റ്സ്, ആ പിക്ചർ അത് സ്ട്രോങ് ആയിരിക്കണം. എത്ര മുറികൾ വേണം, ഈവൻ അതിൻ്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കണം, അതിൻ്റെ പെയിൻ്റ് അടിച്ച കളർ പോലും മനസ്സിൽ വെച്ചുകൊണ്ടാണ്, ഇടവും വലം പുള്ളി ശ്രദ്ധിക്കുന്നില്ല, അതാണ് എനിക്ക് ആവശ്യം, അത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം നീങ്ങുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. നോക്കിയോ, ഈ വ്യക്തി പോകുന്ന വഴികളെല്ലാം അതിന് സമാനമായ ചില വീടുകൾ കൺദൃഷ്ടിയിൽപ്പെടും എന്നുള്ളതാണ്. അത് സൂചനയാണ്. ഓക്കെ, ഗോ ഹെഡ്, നിൻ്റെ ആഗ്രഹം അത് തീർച്ചയായിട്ടും നടപ്പിലാകും, അത് ശക്തമായി മുന്നേറൂ എന്നുള്ളത് ആ പ്രപഞ്ചം നൽകുന്ന സപ്പോർട്ടാണ്. അതുപോലെ ഒരു വാഹനം വാങ്ങാനുള്ള തയ്യാറെടുപ്പാണ് നിങ്ങൾക്ക്. ആ മോഡലിനെ പറ്റിയൊക്കെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ പൈസയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ കുറവുണ്ട്, എന്നാലും ആഗ്രഹം നിങ്ങളുടെ തീവ്രമാണെങ്കിൽ ആ വാഹനം നിങ്ങളുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാനമായ പല വാഹനങ്ങളുമായിരിക്കും പിന്നീട് റോഡിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുക. അതേ കളറുള്ള വാഹനങ്ങൾ തന്നെ പലതും ശ്രദ്ധയിൽപ്പെടും. അപ്പോൾ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടേയിരിക്കുന്നു. കൂടുതൽ ശക്തമായി പിന്തുടരൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില ഫാൻസി നമ്പറുകൾ, പോസിറ്റീവായിട്ട് നമ്പറുകൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെടും. ഒരുപക്ഷെ നമ്മൾ വാച്ച് ക്ലോക്കിൽ നോക്കുമ്പോഴായിരിക്കും 11:11, ട്രിപ്പിൾ, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള 4, 1, അല്ലെങ്കിൽ 1, 2, 3, 4, 5, അതായത് അപ്പ് സൈഡിലേക്കുള്ള നമ്പറുകൾ. ഇതൊക്കെ പോസിറ്റീവ് സൈനായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു കേസ്, നിങ്ങൾ ഉള്ളിൽ കൊണ്ടു കിടക്കുന്ന വിഷൻ അത് നിങ്ങളുടെ ഉള്ളിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ 1-2 പേരോട് പറഞ്ഞിട്ടുണ്ടാവും. ഒരു പരിചയമില്ലാത്തവർ ഒരു പക്ഷേ നിങ്ങൾ ഇടപെടുന്ന വേദികളിൽ ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന കേൾക്കാൻ സാധിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കും, ഇത് ഞാൻ മനസ്സിൽ കണ്ടുകിടുന്ന കാര്യമാണ്, അത് മറ്റു വ്യക്തികൾ പറയുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നിങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു, മുറുകെ പിടിച്ചോളൂ, നിങ്ങളുടെ ആഗ്രഹം ക്ലിയറും സ്പെസിഫിക്കും ലോജിക്കുമാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധയോട് കൂടി നമുക്ക് കൂടുതലോട് ഉറപ്പുണ്ടാകുന്നു മനസ്സിൽ എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ സൈൻ എന്നാണ് ഇതിന് പറയാറുള്ളത്. പിന്നെ പലപ്പോഴും സംഭവിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ആശയം ശക്തമാണെങ്കിൽ അത് ഒരുക്കി തരേണ്ട കടമ ആർക്കാ? പ്രപഞ്ചശക്തിക്കുള്ളതാണ്. ഇനി ഇതിനെ തുരങ്കം വെക്കത്തക്ക രീതിയിലുള്ള, ഡീമോട്ടിവേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള, അല്ലെങ്കിൽ ബോധപൂർവം നിങ്ങളുടെ ഒരു ആ വിഷനെ കട്ട് ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതാരും ആകാം കേട്ടോ. അതിപ്പം ചുറ്റുപാടുമുള്ളവരാകാം, ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, സൊസൈറ്റി ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഒന്നുമില്ലെങ്കിൽ അങ്ങനെയുള്ള
ആ വ്യക്തികൾ ഒഴിഞ്ഞു പോകും, അവരെ ഇല്ലാതാക്കും. കൊല്ലുക എന്നുള്ളതല്ല, ഒന്നുമില്ലെങ്കിൽ അവർക്ക് വേറെ ഒന്നും തിരക്കായിട്ട് അവർ വിട്ടുപോകും, ഇതിൽ നിന്ന് ശ്രദ്ധ വിടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ളതാണ്. കാരണം ഇവിടെ ശക്തി ആർജിച്ചിട്ടുണ്ടെങ്കിൽ ആ ശക്തി ആർജിച്ചതിലേക്ക് കൂടുതൽ ശക്തിയിൽ ആ സംഗതി നടപ്പിലാക്കി തരാൻ പ്രപഞ്ചം ചേർന്ന് പ്രവർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഘടകങ്ങളെല്ലാം ഒഴിവാക്കും എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ശക്തി കുറയുമ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പിച്ചോളൂ, യെസ്, ദിസ് ഓൾസോ മാനിഫെസ്റ്റേഷൻ സൈൻ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് എത്തുന്നതിന് ആവശ്യമായ അല്ലെങ്കിൽ കുറച്ചുകൂടെ അറിവുകൾ വേണമെങ്കിൽ അത് ലഭിക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ നിങ്ങൾ കണ്ണിപ്പെടും ചില മീഡിയാസിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് നോക്കുന്നു, ഫേസ്ബുക്ക് നോക്കുന്നു, TV നോക്കുന്നു, ഇതിലേക്ക് ചില ഇൻഫർമേഷൻസ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതലായി അറിയാനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ആ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും. ഒരാൾ ഒരു കൃഷി ആണ് അയാളുടെ മനസ്സിൻ്റെ, ഒരു ഫാമിംഗ് ആണ് അയാളുടെ ആഗ്രഹം. അതിനെ സംബന്ധിച്ച് അയാൾക്ക് ഉള്ളിൽ ടേസ്റ്റ് ഉണ്ട്, കാലങ്ങളായിട്ട് നടക്കുന്നു, ഒരു സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട്, ഇന്ന കൃഷി ചെയ്യണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, ഇങ്ങനെ പല പല ചിന്തയിലാണെങ്കിൽ നല്ല ഇനം വിത്തുകൾ ലഭിക്കുന്ന എവിടെയാണ്, അതിനെ എങ്ങനെ പരിപാലിക്കണം, അത് അങ്ങനത്തെ ടെക്നിക്കൽ സൈഡെല്ലാം കൃത്യമായ രീതിയിൽ മീഡിയകളിൽ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തരും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തിയുടെ ഇടപെടൽ കൂടാതെ തന്നെ പ്രപഞ്ചത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ചില പരസ്യവാചകങ്ങൾ നിങ്ങളുടെ ആശയവുമായിട്ട് ബ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ട്രിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാണാനിടയാകും. ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ശക്തമായ ഒരു ആശയമുണ്ടെങ്കിൽ അത് നേടുന്നതിന് ആവശ്യമായ രീതിയിൽ പ്രപഞ്ചം തയ്യാറാകുന്നു. പല സ്ഥലങ്ങളിലും പല കോണുകളിൽ നിന്നും ആ ഒരു സന്നദ്ധത കാണിക്കുന്നതിൻ്റെ സൈൻസാണ്. ഇതിനെയാണ് മാനിഫെസ്റ്റേഷൻ സൈൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ശ്രദ്ധയിൽപ്പെടണമെങ്കിൽ ആദ്യം എന്തായിരിക്കണം, നമ്മുടെ മനസ്സ് ശാന്തമാക്കി നിലനിർത്താനും സാധിക്കണം. വിഷൻ അത്രത്തോളം ശക്തമായിട്ട് കൊണ്ട് നടക്കുമെങ്കിൽ ഉറപ്പാണ് ഓരോ മാനിഫെസ്റ്റേഷൻ സൈൻ കിട്ടുമ്പോഴും കൂടുതൽ നിങ്ങളുടെ ആ ഒരു ഡിസയറിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് എളുപ്പത്തിൽ തന്നെ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ എല്ലാം കാരണം ഇതാണ്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.